ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിവസം തുടങ്ങുകയാണ്. ഇന്നെന്തായാലും ഫുഡ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എൻ്റെ ആദ്യത്തെ കുക്കിംഗ് എന്ന് പറയാം. അപ്പോൾ ഇന്ന് വിചാരിക്കുന്നത് പരിപ്പും തക്കാളിയും വെക്കാനാണ്. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നാട്ടിലായ കാരണം ഒന്നുമില്ല, ഉള്ളത് വെച്ചിട്ടുള്ള തട്ടിക്കൂട്ടാണ്. പിന്നെ കുറച്ച് പരിപ്പ് ഇരിക്കുന്നുണ്ട്, അതുപോലെ 2 തക്കാളി ഉണ്ടായിരുന്നു, കുറച്ച് പച്ചമുളക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി മുളകും പൊടി ഇട്ടു. സ്വതവേ എനിക്കിപ്പം മുളകും പൊടിയും മല്ലിപ്പൊടിയും കഴിക്കാൻ പാടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഒഴിവാക്കാറുണ്ട്. പക്ഷെ ആ കളറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മുളകും പൊടി ഇട്ടിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ ചോറ് വയ്ക്കാനുള്ള സമയമൊന്നുമില്ല. ഇന്ന് നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആകെ കൂടി ഉള്ളത് ഗോതമ്പ് മാവാണ്. മാവുണ്ട് കേട്ടോ, പുട്ടുപൊടിയുണ്ട്, ഗോതമ്പ് മാവുണ്ട്, അരിപ്പൊടിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പണ്ട് കാര്യമില്ല, നമുക്കതൊന്നും ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളില്ല. പുട്ടിൻ്റെ പാത്രമുണ്ട് കുക്കറിൽ വയ്ക്കുന്നത്. നമുക്ക് അടുത്തൊരു ദിവസം പുട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയിൽ ഒതുക്കാം എന്ന് വിചാരിച്ചു. ഇത് പിന്നെ പപ്പയ്ക്ക് 10-20-28 വർഷമായിട്ട് ഷുഗർ ഉള്ളതുകൊണ്ട് ഡെയിലി ഒരു വട്ടം വീട്ടിലുണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അതൊക്കെ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ കുക്കിംഗ് ഭയങ്കര സ്പീഡിലായതുകൊണ്ടും നേരം വൈകി എഴുന്നേറ്റതുകൊണ്ടും കഴിച്ചിട്ട് പോലും നടക്കില്ല. അതുകൊണ്ട് നമുക്ക് ഓഫീസിൽ കൊണ്ടുപോകാം. ഇല്ലാത്ത നേരത്ത് ഉണ്ടാക്കിയിട്ട് കുക്കർ തുറന്ന് നോക്കിയപ്പോഴാണെങ്കിലും നമ്മൾ ഒഴിച്ചതിൽ ഇത്തിരി വെള്ളം കുറവായിരുന്നു. നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി വേവിക്കണം കേട്ടോ. കുറച്ച് കാലമായിട്ട് പരിപ്പ് വരെയൊന്നും വെച്ചിട്ടില്ല, അപ്പോൾ അളവ് മാറിപ്പോയി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സൈഡിൽ കടുകും ഉലുവയും പൊട്ടിക്കാം. കറിവേപ്പില ഇല്ല, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടാണ് കാച്ചിയേക്കുന്നത്. അതിൻ്റെ കുത്തുന്ന ടേസ്റ്റ് വരാതിരിക്കാൻ നന്നായിട്ട് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്മോക്കി ഫ്ലേവർ എനിക്കിഷ്ടം. സെഷ്വാൻ ഫ്രൈഡ് റൈസ്, സെഷ്വാൻ നൂഡിൽസ് ഒക്കെ എനിക്കിഷ്ടമാണ്. ഈ ഗാർലിക്കിൻ്റെ ഒരു നല്ല ഫ്രൈ ചെയ്ത ടേസ്റ്റ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. ഗ്യാസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. തലേ ദിവസം 2 നെല്ലിക്ക ചെറുതാക്കി എറിഞ്ഞിട്ട് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റത് മുതൽ വെറും വയറ്റിൽ ആ വെള്ളമായിരിക്കും കുടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നല്ലതാണ്, ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ മാറും. അപ്പോൾ എന്നെപ്പോലെ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് ഒരു ഓഫീസിലാകുമ്പോൾ വെയിൽ കൊള്ളില്ല. അപ്പോൾ അവർക്ക് വിറ്റാമിൻ D കിട്ടാനും നല്ലതാണ്. അപ്പോൾ വലിയ അരവാരങ്ങളൊന്നും ഇല്ലാതെ മാറിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാൻ നോക്കാം. ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് പോകണത്. എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നടന്ന് അവിടെ എത്തുമ്പോഴേക്കും ഒരു വിധമാവും. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നടക്കും, വയ്യെങ്കിൽ തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴും ഓട്ടോറിക്ഷ തന്നെയാണ്. അപ്പോൾ രാവിലെ എന്തായാലും നടന്ന് അവിടെ എത്തുമ്പോഴേക്കും തിരിച്ച് വണ്ടി വിളിച്ച് വരാറാവും. അതുകൊണ്ട് ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് പോകാറ്. ടാറ്റാ ബൈ ബൈ. വലിയ കാര്യത്തിൽ ഓട്ടോ ഒക്കെ വിളിച്ച് വന്നിട്ട് ആരും എത്തിയിട്ടില്ലാത്തതിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടത്. പിന്നെ എന്താണാവോ, ഇന്നലെ തൊട്ട് നല്ല കണ്ണുവേദന ഉണ്ട്. എനിക്ക് ആദ്യമായിട്ടാട്ടോ കണ്ണിൽ കുരു വരാനാണോ എന്നൊരു സംശയമുണ്ട്. വരട്ടെ, നോക്കാം. ഇന്ന് നല്ല മഴക്കാറായിരുന്നു കേട്ടോ. മഴക്കാറായിരുന്നതല്ല, ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു. തിരിച്ചു വരണ സമയത്ത് ഞാൻ വിചാരിച്ചു മഴ പെയ്യുമെന്ന്. പകുതി ഇട്ടപ്പോൾ ചെറുതായിട്ട് ചാറി, കുട എടുത്ത് കൈ പിടിച്ചു. പക്ഷെ അന്ന് അത്ര കുഴപ്പമുണ്ടായില്ല. ഇപ്പോഴും ആകാശം ഇങ്ങനെ കറുത്തിരുണ്ട് നിൽക്കുകയാണ്. ഇന്നലെ മഴ പെയ്തിട്ട് കറണ്ട് പോയി, മെഴുകുതിരിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും സത്യം പറഞ്ഞാൽ വാങ്ങിക്കാൻ മറന്നു. ഇപ്പോഴാണ് ഓർമ്മ വന്നേ. അപ്പോൾ ഓർമ്മ വന്ന സ്ഥിതിക്ക് പോയി മേടിച്ചിട്ട് വരാം. കാരണം ഇനി എങ്ങാനും കറണ്ട് പോയി കഴിഞ്ഞാൽ ഇരുട്ടത്തിരിക്കണണ്ട ചീത്ത പറയും. ഇന്നലെ എന്നെ കറണ്ട് പോയപ്പോൾ ഒരു അരമണിക്കൂറോളം നേരം കറണ്ട് പോയി. അപ്പോൾ എനിക്ക് പിന്നെ ഫോണുള്ള കാരണം അത്ര ഒന്നും തോന്നിയില്ല. ഓൾറെഡി കിടന്നതിന് ശേഷമായിരുന്നു കറണ്ട് പോയത്, അപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. അപ്പോൾ ഇന്ന് മറക്കാതെ മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാനിവിടെ ഒറ്റയ്ക്കായ കാരണം എല്ലാവർക്കും പേടിയാണ്. രാത്രി സുഖമായിട്ട് ഉറങ്ങിയോ, രാവിലെ എപ്പോൾ എണീറ്റു, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനി കറണ്ട് കിട്ടായാലോ പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി വാങ്ങിച്ചിട്ട് വരാം, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. ഇതാണപ്പോൾ നമ്മൾ വാങ്ങിച്ച ഐറ്റം. ഈ ഒരു ഐറ്റം കിട്ടാൻ വേണ്ടി ഞാൻ 3 കടയിൽ കയറി ഇറങ്ങി. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു ബ്രാഹ്മിൻസ് ഏരിയ ആണ്, അതുകൂടാതെ ഒരു വില്ലേജാണ്. സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ കിട്ടും, പച്ചക്കറിയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അതല്ലാതെ ഒരു ഹോട്ടല് ഓഫീസിൻ്റെ അവിടെ ഒരെണ്ണമുണ്ട്, അതും വെജിറ്റേറിയൻ മാത്രം. അതല്ലാതെ എന്തെങ്കിലും ഒരു സാധനം കിട്ടുന്ന ഒരു പ്രതീക്ഷയും വേണ്ട. അതുകൊണ്ടാണ് ഒരുവിധമൊക്കെ ഓൺലൈൻ നോക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇത് കിട്ടിയിട്ടുണ്ട്. ഇതല്ല ഉദ്ദേശിച്ചത്, എങ്കിലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കറണ്ട് പോവുകയാണെങ്കിൽ. പിന്നെ
എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണെന്ന് എനിക്കറിയാം. എൻ്റെ ക്യാമറ പൊട്ടിയിരിക്കുകയാണ്. ഒരു വട്ടം അതുപോലെ നാട്ടിൽ പോകുന്ന സമയത്ത് ഫോൺ കയ്യിൽ നിന്ന് വീണു. ബസ്സിൽ കയറുന്ന സമയത്ത് കറക്റ്റായിട്ട് ബാഗ് ഇടിച്ചിട്ടാണ് വീണേ. 3 ക്യാമറ ഉണ്ടായിരുന്നു. 3ൻ്റെയും കണ്ണിൻ്റെ അവിടെ കറക്റ്റായിട്ട് പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഗൾഫിൽ നിന്ന് വാങ്ങിച്ച ഫോണാണ്, ഹോണർ. അതുകൊണ്ട് തന്നെ നാട്ടിലങ്ങനെ സർവീസ് ഉണ്ടാവില്ല. എൻ്റെ പഴയ ഫോണിന് ഞാനൊരു ഫോൺ കവർ മേടിക്കാൻ നാട്ടിൽ അന്വേഷിച്ച് കിട്ടാതെ ഗൾഫിൽ പോയിട്ടാണ് മേടിച്ചത്. അതുപോലെ ഇപ്പോൾ ഞാൻ 2-3 കടയിലായി അന്വേഷിക്കണു. ബാക്കത്തെ ഗ്ലാസ് മാറ്റാൻ ഒരു രക്ഷയില്ല. അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. അതുവരെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ.